പാലക്കാട് നല്ലൊരു റാവുത്തർ ബിരിയാണി എവിടെ കിട്ടുമെന്ന് ചോദിച്ചതിന് ഉത്തരമായിട്ടാണ് പലരും നമ്മളോട് NMR പറഞ്ഞത്. സോ നമ്മളും വിട്ടു പാലക്കാടേക്ക്. പ്രൈഡ് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ സൈഡിലായിട്ട് NMR ബിരിയാണി. ഇതിവരെ പുതിയ ഔട്ട്ലെറ്റാണ്, പഴയ ഔട്ട്ലെറ്റ് ഇവിടെ അല്ല. കയറി ചെല്ലുമ്പോൾ ഇങ്ങനൊരു ആംബിയൻസ് ആണ്. പലരും പലതാണ് അവിടെ കഴിക്കുന്നത്. ബിരിയാണി മാത്രമല്ല, പൊറോട്ടയും സാലനയും ഒക്കെ കഴിക്കുന്ന ആൾക്കാരുടെ ഉണ്ട്. നമ്മുടെ 2 പ്ലേറ്റ് വന്നു വാഴയിലേക്ക് വെച്ചിട്ടുണ്ട്. അച്ചാറായിട്ട് നാരങ്ങയുണ്ട് കേട്ടോ. മാങ്ങാച്ചാറല്ല, നാരങ്ങ അച്ചാറാണ്. അങ്ങനെ സലാഡ് വന്നു. ബിരിയാണി ജസ്റ്റ് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഒരു മണമൊക്കെ ഉണ്ട് കേട്ടോ. കറക്റ്റ് ഒരാൾക്ക് കഴിക്കാനുള്ള പോർഷനാണ് അവർ ബിരിയാണി സെർവ് ചെയ്യുന്നത്. ഒരു മെയിൻ ലെഗ് പീസും 1-2 ചെറിയ ചെറിയ നോർമൽ പീസസുമാണ് അവർ ബിരിയാണിക്കകത്ത് ആഡ് ചെയ്തേക്കുന്നത്. ആ ഒരു പീസ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ആ റൈസിനോട് ചേർത്ത് കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. പീസൊക്കെ നല്ലപോലെ വെന്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് മെയിൻ ഐറ്റം ഇതൊന്നും അല്ല കേട്ടോ. അത് ഈ കായ്ച്ചാറാണ്. പാലക്കാടുള്ളൊരു കൂട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരനാണ് കായ്ച്ചാർ കൂട്ടുകയാണ് ബിരിയാണി കഴിക്കാനെന്ന് എന്നോട് പറഞ്ഞത്. നമ്മുടെ നോർമൽ വാഴക്കയും അതുപോലെ മാങ്ങയും ഒക്കെ ഇട്ടിട്ട് തേങ്ങയൊക്കെ അരച്ച ഒരു കറി, ഇത് കൂട്ടി ബിരിയാണി കഴിക്കണമെന്നാണ് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത്. നമ്മുടെ നോർമൽ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയുടെ കൂടെ കൊടുക്കുന്ന വഴുതനങ്ങ അച്ചാറൊക്കെ ഇല്ലേ, അതിൻ്റെ വേറെ വെർഷൻ. ഞാൻ എൻ്റെ ബിരിയാണി ഇങ്ങനെ പൊട്ടിച്ചു. അതിനകത്ത് ചെറിയ ചെറിയ പീസസ് ഉണ്ട്. വേവ് നോക്കി, ഇത്രയും വെന്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഒരു ലെഗ് പീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ ബിരിയാണിയുടെയും ഇവരെല്ലാവർക്കും ലെഗ് പീസ് കൊടുക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ആ ഒരു പീസ് ചിക്കൻ എടുത്ത് ചോറിനകത്ത് വെച്ച് ഇച്ചിരി കായ്ച്ചാറിലേക്ക് കായും പൊട്ടിച്ച് ആ ചാറോടെ വെച്ച് കഴിച്ചു നോക്കിയ രുചിയൊക്കെ ഉണ്ട്. 150 രൂപയാണ് ഇവർ ഒരു ബിരിയാണിക്ക് ചാർജ് ചെയ്യുന്നത്. അത് വർത്താണെന്ന് ചോദിച്ചാൽ എനിക്കത് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. സോ പാലക്കാട് വരെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി നിങ്ങൾ കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ കയറി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും.